D'Alembert മെത്തേഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ വേവ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ഓഫ് എ വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് ഓഫ് യൂണിറ്റ് ലെങ്ത് ഹാവിംഗ് ഫിക്സഡ് എൻഡ്സ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആൻഡ് ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ 2x ബൈ യൂസിങ് ഡിയാലംബേഴ്സ് മെത്തേഡ്. ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡിയാലംബേഴ്സ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ. ഇനി ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഡിയാലംബേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? വേവ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. വേവ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാമെന്ന് പറയുമ്പം ആദ്യം വേവ് ഇക്വേഷൻ എഴുതുക, പിന്നെ അതിൻ്റെ 4 ബൗണ്ടറി കണ്ടീഷൻസ് എഴുതുക, ആ 4 ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ദെൻ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫംഗ്ഷൻ കിടക്കുന്നതെന്ന് പറയുമ്പം ട്രിഗ്നോമെട്രിക് ഫോമിലാണ്, അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട, എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഇനി ഈ ക്വസ്റ്റ്യൻ ഡിയാലംബേഴ്സ് തന്നിരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫ്ലക്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് ആണ്, അതും പെർ യൂണിറ്റ് ലെങ്തിലുള്ളത് പറഞ്ഞിട്ടുണ്ട്, രണ്ടെൻഡ് ഫിക്സ്ഡ് ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോ വൈ ബൈ ഡോ ടി എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അടുത്ത ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തെഴുതുമ്പോൾ വൈ ഓഫ് എക്സ് കോമ 0 ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ 2x എന്നുള്ള ഫോമിലാണ്. എന്ന് വെച്ചാൽ ഡിഫ്ലക്ഷനാണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വൈ ഓഫ് എക്സ് കോമ 0 ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ 2x എന്ന് എഴുതാൻ പറ്റും. ഇനി ഇത്രയാണ് ഗിവൺ ഡേറ്റയിൽ തന്നേക്കുന്നത്. ഡിയാലംബേഴ്സ് മെത്തേഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സൊല്യൂഷനിലോട്ട് പോകുമ്പോൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? ഡിയാലംബേഴ്സ് മെത്തേഡിൽ കിട്ടിയ സൊല്യൂഷൻ അതുപോലെ എഴുതാം. വൈ ഓഫ് എക്സ് കോമ ടി ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എ ടി പ്ലസ് എഫ് ഓഫ് എസ് മൈനസ് എ ടി, ഇതാണ് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ 2x. അപ്പോൾ ഇതിൽ നമുക്ക് എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ആ സൈൻ എക്സ് പ്ലസ് 80 എന്ന് എഴുതണം. അങ്ങനെ നമ്മുടെ സൊല്യൂഷനിൽ തന്നെ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഫോമാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഈ ഫോമിനെ തന്നെ സിമിലറായിട്ട് വരുന്ന എല്ലാം ഞാൻ അടുത്ത് എഴുതിയിട്ടുള്ള ഫോമാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അടുത്തടുത്ത് വരുന്ന സിമിലാരിറ്റി ഉള്ളതെല്ലാം അടുത്തടുത്ത് എഴുതി. ഇനി ഇതൊന്ന് നോക്കിക്കേ, ഈ ഒരു ഫോമിലല്ലേ കിടക്കുന്നത് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് വെച്ചാൽ സൈൻ എക്സ് പ്ലസ് 80 പ്ലസ് സൈൻ എക്സ് മൈനസ് 80. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ 2x പ്ലസ് 80 ഇൻറ്റു സൈൻ 2x മൈനസ് 280, ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ഒരു ഫോമിനെ? പണ്ടത്തെ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ് 2 ഇൻറ്റു സൈൻ എ കോസ് ബി എന്നുള്ള ടേമിൽ എഴുതാം. അപ്പോൾ ഈ രണ്ട് ടേംസും സിമിലർ ആയിട്ടുള്ള ടേംസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു സൈൻ എസ് കോസ് 80 മൈനസ് 2 ഇൻറ്റു സൈൻ 2x ഇൻറ്റു കോസ് 280 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ടേംസ് എന്ന് വെച്ചാൽ k/2 ആണ്. അപ്പോൾ അതും എങ്ങനെ എഴുതാം? അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് k/2 ഇൻറ്റു 2 sin x cos 80 മൈനസ് 2 sin 2x ഇൻറ്റു cos 280 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിയാലംബേഴ്സ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഡിയാലംബേർട്സ് മെത്തേഡ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് ഓഫ് യൂണിറ്റ് ലെങ്ത് ഹാവിംഗ് ഫിക്സഡ് എൻഡ്സ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആൻഡ് ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എ ഇൻറ്റു സൈൻ സ്ക്വയർ ബൈ എക്സ്. അപ്പോൾ ഇത് ഡിയാലംബേഴ്സ് മെത്തേഡാണെന്ന് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഡേറ്റയിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എ സൈൻ സ്ക്വയർ ബൈ എക്സ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഒരു 3 മാർക്കിനൊക്കെ ഇത് പ്രതീക്ഷിക്കാം. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സൊല്യൂഷൻ എഴുതുക. ആ സൊല്യൂഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ പോർഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം എ സൈൻ സ്ക്വയർ ബൈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? എക്സ് പ്ലസ് 80യും അതുപോലെ തന്നെ എക്സ് മൈനസ് 80യും കൊടുക്കാം. ഓക്കെ, അതാണ് ഈ ഒരു രീതി. ഇനി അപ്പോൾ ഇതിൽ 1/2 ഇൻറ്റു ആണ് വന്നിരിക്കുന്നത്. എ കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് വരുന്നത് എ സൈൻ സ്ക്വയർ ബൈ എക്സ് പ്ലസ് 80 ഇൻറ്റു സൈൻ സ്ക്വയർ ബൈ എക്സ് മൈനസ് 80 എന്നുള്ള ഫോമിലാണ് വരുന്നത് എ പുറത്തെടുക്കുമ്പോൾ. ഇനി സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആ ഫോമുല ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സൈൻ സ്ക്വയർ പൈ എക്സ് പ്ലസ് 80 എന്ന് പറയുമ്പോൾ അതിനെ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1 മൈനസ് കോസ് 2 പൈ ഇൻറ്റു എക്സ് പ്ലസ് 80/2 എന്നും, അതുപോലെ എക്സ് മൈനസ് 80 ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് 2 പൈ എക്സ് മൈനസ് 80/2 എന്നും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിൽ ഞാൻ ഡിവൈഡ് ബൈ കിടക്കുന്നത്, കാരണം രണ്ടിലും ഡിവൈഡ് ബൈ 2 കിടപ്പുണ്ട്, കോമൺ ആയിട്ട് ഞാൻ അതിനെ പുറത്തെടുക്കുമ്പോൾ എനിക്ക് 2 ഇൻറ്റു 2 4 കിട്ടും.
അപ്പോൾ ഇത് പുറത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ന്യൂമിനേറ്ററിൽ ഒരു 2 വരുമല്ലോ. ആ 2 മൈനസ് കോസ് 2πx പ്ലസ് 2π80 പ്ലസ് കോസ് 2πx മൈനസ് 2π80 എന്ന് എഴുതുന്നത് വെച്ചാൽ നമ്മളിതിനെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തു സോൾവ് ചെയ്ത് എഴുതുന്നതാണ്. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്തിട്ടുള്ള ഫോമാണ് ഞാൻ ഈ എഴുതിയത്. ഇനി ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് എ പ്ലസ് ബി, ഇത് എ മൈനസ് ബി, ഈ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് എ പ്ലസ് ബി കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 കോസ് എ ഇൻറ്റു കോസ് ബി ആണ്. സോ ആ ഫോമിൽ എഴുതുമ്പോൾ a/4 പുറത്തുണ്ട്, ആ 2 മൈനസ് 2 കോസ് 2πx ഇൻറ്റു കോസ് 2π80 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, എന്നുവെച്ചാൽ 2πx എയും 2π80 എന്ന് പറയുന്നത് ബി എന്നുള്ള ടേമിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഈ 2 കോമൺ ആയിട്ടുള്ളത് പുറത്തെടുത്തൂടെ. അപ്പോൾ എങ്ങനെ വരും? a/4 ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് കോസ് 2πx ഇൻറ്റു കോസ് 2π80. ഇതിൽ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ a/2 ഇൻറ്റു 1 മൈനസ് കോസ് 2πx ഇൻറ്റു കോസ് 2π80 എന്ന് കിട്ടും. വളരെയധികം സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്, പഠിക്കുക.